പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിരിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം 17-ാം അധ്യായം എന്റെ 1-ാമത്തെ വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. നമ്മുടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്കും പറയുവാൻ കഴിയണം, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ. അഥവാ ദൈവമാണ്, ഇസ്രായേലിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ആ ഒരു ചിന്തയിലേക്ക് വരണം. എന്താണ് പറയുന്നത്? ഏലിയാം ആഹാബിനോട് പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഉറപ്പോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി പറയുക, തനിക്ക് സേവിച്ചു നിൽക്കുവാൻ, തനിക്ക് പിന്തുടരുവാൻ, തനിക്ക് അനുഗമിപ്പാൻ ഈ ലോകത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനം ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ വിളിച്ചു പറയണമെങ്കിൽ ഏലിയാവിന്റെ ജീവിതത്തിൽ എത്രമാത്രം ദൈവസാന്നിധ്യവും ദൈവിക കൃപയും താൻ എത്രമാത്രം ആത്മശക്തി നിൽക്കുന്നവനാണെന്നും അത് മാത്രമല്ല ജീവിത വിശുദ്ധി എത്ര ശ്രേഷ്ഠമാണ് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ്. എല്ലാവർക്കും ഒന്നും ഇത് ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയാൻ പറ്റത്തില്ല. ചെറിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ പലരും യേശുവിനെ തള്ളിപ്പറഞ്ഞു പോകുന്നവരാണ്. ഹല്ലേലൂയ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം യേശുവിനെ സേവിക്കുന്നവരുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് മടികൂടാതെ ആരുടെ മുമ്പിലും വിളിച്ചു പറയാൻ തൻ്റെ ഉള്ള കഴിവുള്ള ഏലിയാവിനെ പോലെയുള്ളവരെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. പണത്തിന്റെ പിന്നാലെ പോകുന്നവരെയും പ്രൗഢിയുടെ പിന്നാലെ പോകുന്ന സ്ഥാനമാനങ്ങൾക്കും പേരിനും പ്രശസ്തിക്കും വേണ്ടി പോകുന്നവരെയൊന്നും ദൈവം കൃപ കൊടുത്ത് നിറയ്ക്കണമെന്നില്ല. പ്രൈസലോ. ദൈവം ആഗ്രഹിക്കുന്ന സൗമ്യതയുടെ, താഴ്മയുടെ, വിനയത്വത്തിന്റെ, വിശുദ്ധിയുടെ അളവിൽ നിൽക്കുന്ന അതിശക്തരും ധൈര്യശാലികളുമായിരിക്കുന്ന ഹല്ലേലൂയ ഏലിയാവിനെ പോലെയുള്ളവരെയാണ്. അങ്ങനെയുള്ളവരെ രാജകൊട്ടാരത്തിലേക്ക് ദൈവം അയച്ചിട്ട് രാജസിംഹാസനത്തിലേക്ക് ആഹാബിനെ പോലെയുള്ളവരോട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയിപ്പിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ശക്തമായി ദൈവ സാന്നിധ്യം ഇറങ്ങണം. കർത്താവ് ആഗ്രഹിക്കുന്നത് ഏലിയാവിനെ പോലെ നിങ്ങളെല്ലാം ശക്തനായ പ്രാർത്ഥന വീരന്മാരായിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും പ്രാർത്ഥന വീരന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ ആളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥന വീരന്മാരായി ശോഭിക്കണം, ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കാത്തിരിപ്പും നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ ജീവിതവും എല്ലാം പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ ഏലിയാവിനെ പോലെ തന്നെ വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനും കൂടെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യയില്ലെന്ന് പറഞ്ഞപ്പോൾ ആകാശം 3 ആണ്ടും 6 മാസം അടച്ചു കളഞ്ഞെങ്കിൽ ആ ഭക്തന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട പ്രാർത്ഥനയുടെ വാക്കുകൾക്കകത്തെയുള്ള അധികാരം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രവചിക്കുവാൻ, അങ്ങനെ ശക്തമായിട്ട് പറയുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സഭ അതിലേക്ക് കടന്നു വരണം. ഈ കാലഘട്ടത്തിൽ അന്ത്യകാല ഉണർവ് ദൈവം ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തിൽ ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ശൈശവത്തിനും ബാല്യത്തിലുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് ഒഴിച്ചാൽ ഹല്ലേലൂയ അവർ വളർന്നു വരട്ടെ. നമ്മുടെ കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും ആയിരിക്കുന്ന പ്രായഭേദമന്യേ ഹല്ലേലൂയ ശക്തമായി ഈ നാളുകളിൽ ദൈവം തന്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകമെമ്പാടും ക്രൈസ്തവ പീഡനം വർദ്ധിച്ചു. അനവധി ക്രൈസ്തവ പുരോഹിതന്മാരെ വേട്ടയാടുമ്പോൾ, അനവധി ക്രൈസ്തവ സന്യാസിനികളെ
സിസ്റ്റർമാരെ വേട്ടയാടുമ്പോൾ അല്ലുരിയ അനവധി പെന്തക്കോസ് പാസ്റ്റർമാരെ സുവിശേഷകന്മാരെ ദൈവമക്കളെ ക്രൂരമായി വേട്ടയാടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലുരിയ ആഹാബ് രാജാവിനെ പോലെ ക്രൂരന്മാരും നീചന്മാരുമായിരിക്കുന്ന രാജാക്കന്മാർ അധിവസിക്കുന്ന ചില സ്ഥലങ്ങളിൽ ദൈവ ഈ നാളുകളിൽ ഏലിയാവിനെ പോലെ ചിലരെ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥനയിൽ പോരാടുന്നവരെ എഴുന്നേൽപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുക. അതിൽ താങ്കൾ ഒരാളാണ് എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ ഏലിയാവിനെ പോലെ ജീവിത വിശുദ്ധിയിലേക്ക് സമർപ്പണത്തിലേക്ക് ദൈവസനെ മുഴക്കാനും മുടക്കിക്കൊണ്ട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു അനുഭവത്തിലേക്ക് നീ വന്നുകൊണ്ട് നീ ദൈവത്തിൽ നിൽക്കുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കിയെടുക്കുമെന്ന് പരിശുദ്ധാത്മാവിന്റെ പകലിൽ ചിലരോടൊക്കെ ശക്തമായിട്ട് ഇടപെടുന്ന ദൂതാണ്. അല്ലേറിയ അപ്പം ദൈവം പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല. അങ്ങനെയെങ്കിൽ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വന്നേനെ. പക്ഷെ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ട് അതിന് മറുപടി കൊടുത്ത ദൈവം അല്ലേറിയ നിങ്ങളും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ, പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ദൈവമായിട്ടൊരു ബന്ധം പുലർത്തണം. ഏലിയാവിന് എപ്പോഴും ദൈവമായിട്ട് അടുത്ത ബന്ധമായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു വലിയ ബന്ധമുണ്ടായി. നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്തകളെ തട്ടി ഉണർത്തി നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അശുദ്ധമായ പ്രതികാരത്തിന്റെ ജടികമായ പ്രാകൃതമായ ചിന്തകളെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊരു ശുദ്ധീകരണം നടത്തിക്കൊണ്ട് ഹൃദയം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെടുകയുള്ളൂ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗം ഒന്ന് ശുദ്ധീകരിക്കണം. നാം പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മൾ നല്ല പെർഫ്യൂമൊക്കെ ഇട്ട് നല്ല സുന്ദരമായിട്ട് ഒരുങ്ങി വരുന്നതിനല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊക്കെ ആവശ്യമാണ്. സമൂഹത്തിൽ നല്ലതായിട്ട് തന്നെ ജീവിക്കണം. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നതിന് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കുമിഞ്ഞുകൂട്ടി കിടക്കുന്ന ആ മാരകമായ കയ്പിന്റെ അനുഭവത്തെ, മാരകമായ വിഷം അതിനെ നീ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഏകാഗ്ര ഹൃദയത്തോടെ അല്ലെങ്കിൽ ദൈവത്തിന് ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഏലിയാവിനെ പോലെ ശക്തമായി വിളിച്ചു പറയാൻ നിനക്ക് കഴിയണം. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന് ധൈര്യത്തോടെ നീ പറയാൻ ശ്രമിക്കുന്നെങ്കിൽ അവിടെയാണ് ദൈവം നിന്നെ ഉപയോഗിക്കുന്നത്. നിന്റെ കഷ്ടതയിൽ നിന്ന്, നിന്റെ സങ്കടത്തിൽ, നിന്റെ താഴ്ചയിൽ നിന്ന്, നിന്റെ വീഴ്ചയിൽ നിന്ന്, നിന്റെ കണ്ണുനീരിൽ നിന്ന് അല്ലേലൂയ ദൈവം നിന്നെ മാനിക്കും. മാത്രമല്ല അവന് നിന്നെ ആവശ്യമാണ്. ആർക്ക്? യേശുവിനെ നിന്നെ ആവശ്യമാണ്. സഹോദര സഹോദരി, നിന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. നിന്നിലൂടെ ചില ദൈവപ്രവർത്തനം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങളിലേക്ക്, ചില രാഷ്ട്രങ്ങളിലേക്ക്, ചില ഉന്നതന്മാർ ഇരിക്കുന്ന ചില കൊട്ടാരങ്ങളിലേക്ക്, ചില ഉന്നത അധികാര സ്ഥാനങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് ദൈവം നിന്നെ അയക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിന്? ഏലിയാവിനെ പോലെ വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുവാൻ ദൈവം നിന്നെ അയക്കാൻ ആഗ്രഹിക്കുക. താങ്കളതിന് വേണ്ടി ഒരുക്കത്തിലാണോ? അല്ലെങ്കിൽ താങ്കളതിന് ഒരുങ്ങി നിൽക്കുകയാണോ? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് പല ചിന്തകൾ കടന്നു വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരു അന്ത്യകാല ഉണർവിനായി ഞങ്ങളുടെ യൗവനക്കാരെ, ഞങ്ങളുടെ കൗമാരക്കാരെ ഒന്ന് ഒരുക്കണമേ, ഞങ്ങളുടെ സഭയെ ഒന്ന് ഒരുക്കണമേ. ക്രൈസ്തവ സമൂഹം ഉണരട്ട്, പ്രാർത്ഥനയ്ക്ക് ഉണരട്ട്. പീഡകൾ വർദ്ധിക്കുന്ന ക്രൈസ്തവ സമൂഹം ഉറങ്ങിപ്പോകരുത്. മദ്യത്തിന് ലഹരിക്കും അടിമപ്പെട്ടവർ ജീവിതം തകർത്ത് കളയരുത്. ക്രൈസ്തവ പീഡനം വർദ്ധിക്കുമ്പോൾ അനേകരുടെ രക്തം ഭൂമി ചൊരിയുമ്പോൾ ക്രൈസ്തവ സമൂഹം ഉണരണമേ. ഒരു അന്ത്യകാല ഉണർവിനായി ഞങ്ങളുടെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഞങ്ങളുടെ പുരോഹിതന്മാരെ ഒന്ന് തട്ടി ഉണർത്തണമേ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇടയായി. പ്രൈസലോ എന്റെ പ്രിയരി, നമ്മൾ പ്രാർത്ഥനയിലേക്ക് വരണം. പ്രാർത്ഥനയാണ് ഈ കാലഘട്ടം നമുക്ക് ആവശ്യം. പണമല്ല ആവശ്യം. പണം നമുക്ക് നല്ലതാണ്, ജീവിക്കണം. പണം വേണം, പണം ജീവിക്കാൻ ആവശ്യമുള്ള ആ കാര്യങ്ങളൊക്കെ നടത്തണം. പക്ഷേ നീ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ, നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-33 വാക്യമൊക്കെ വായിക്കും കാണുന്നുണ്ട്. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. അതെ, രാജ്യത്തിന്റെ വിടന് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥന? നിങ്ങൾ താമസിക്കുന്ന കേരളത്തിന്റെ 14 ജില്ലകളിലെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി
നിങ്ങൾ താമസിക്കുന്ന ഭാരതത്തിന്റെ 29 സംസ്ഥാനങ്ങൾ 7 കേന്ദ്രപ്രദേശങ്ങൾ കിടക്കുന്ന 145 കോടിയിലധികം ജനത്തിന്റെ വിടുതല്, 7 ഭൂഖണ്ഡങ്ങളായി പാപത്തിന്റെ അധീനതയിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന, മദ്യത്തിനും മയക്കുമിനും ലഹരിക്കും ഈ ലോകത്തിന്റെ ജഡികമായ ജീവിതങ്ങളിൽ കിടക്കുന്ന അധികാരങ്ങളും സ്ഥാനമാനങ്ങളും വെച്ച് കൈയാടി ഉന്നതാധികാര സ്ഥാനം കുടിച്ചു കുളച്ച് മതിച്ച് അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന, മനുഷ്യനെ കുരുതിക്കളമാക്കി മാറ്റുന്ന, ദേശത്തെ രാജ്യത്തെ ഗ്രാമങ്ങളെ കുരുതിക്കളമാക്കി മാറ്റുന്ന അധികാരത്തിന്റെ കസേരയിൽ നിന്ന് വാഴുന്നവര്, ഹല്ലേലൂയ, അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ വേണ്ടി നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രൈസലോ, അല്ലെങ്കിൽ ദൈവമാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഹല്ലേലൂയ, ജാഗ്രതയോടെ പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ രഹസ്യം എന്തായിരുന്നു? ഏലിയാവ് വളരെ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നവനാ. അവന്റെ പ്രാർത്ഥനയുടെ രഹസ്യം എന്താണ്? ഹല്ലേലൂയ, അവൻ യഹോവയുടെ മുമ്പാകെ നിന്നു എന്നുള്ളതാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17:1 വായിക്കുന്നത് യഹോവയുടെ മുമ്പാകെ നിന്നു. ഹല്ലേലൂയ, അനുദിനവും അവൻ രാവിലെ തന്റെ ദൈവത്തിന്റെ മുഖം കാണുമായിരുന്നു. അതിരാവിലെ അവൻ ദൈവമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഏലിയാവിനുണ്ടായിരുന്നു. അപ്പം അനുദിനവും അതിരാവിലെ അവൻ തന്റെ 2 കരങ്ങളും തനിക്ക് സഹായം കൊടുക്കുന്ന പർവ്വതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവസനയില് ഉത്തരവാദിത്വത്തോടെ മുഴക്കാലും മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് 121 സങ്കീർത്തനം പറയുന്ന പോലെ, ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് സങ്കീർത്തനക്കാരോട് ചേർന്ന്, ഏലിയാവിനോട് ചേർന്ന് പ്രഭാതത്തിൽ മുട്ടുമടക്കി മുഴങ്കാലുമേൽ നിന്നുകൊണ്ട് നിന്റെ വിശുദ്ധ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിന്റെ കരങ്ങളിലെ അകൃത്യങ്ങളെ, അശുദ്ധിയെ മാറ്റി നിന്റെ കരങ്ങളിൽ പറ്റിയിരിക്കുന്ന കറകളെ, പാപത്തിന്റെ കറകളെ നീക്കിക്കളഞ്ഞിട്ട് നിന്റെ വിശുദ്ധ കരം ആ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ സ്വർഗാവേ, നിന്റെ മേൽ ഒരു അഭിഷേകത്തെ നീ വഹിക്കും, ഒരു ശുശ്രൂഷ നീ വഹിക്കും. നിന്റെ കരം വെടിപ്പാണെങ്കിൽ, നിന്റെ കരം ശുദ്ധിയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കരങ്ങളിലൂടെ ദൈവം ചില അസാധാരണമായ ശുശ്രൂഷകളെ ദൈവം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഏലിയാവിന്റെ കരങ്ങളൊക്കെ നല്ല വെടിപ്പായിരുന്നു. കറപുരളാത്ത കരമായിരുന്നു ഏലിയാവിന്റെ കരം. ഇന്നത്തെ കാലഘട്ടത്തിൽ സകല മനുഷ്യൻ കരങ്ങൾ കറപുരണ്ട കരങ്ങളാണ്, രക്തം പുരണ്ട കരങ്ങളാണ്, വ്യാജത്തിന്റെ കരങ്ങളാണ്. കളവിന്റെ, ചതിവിന്റെ, വഞ്ചനയുടെ, അതിക്രമത്തിന്റെ, പീഡനത്തിന്റെ, പിടിച്ചുപറിയുടെ, മോഷണത്തിന്റെ, അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ, കൈക്കൂലിയുടെ, ദിവ്യാഗ്രഹത്തിന്റെ കരങ്ങളായി പലരുടെയും കരങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ കരം വെടിപ്പാക്കിക്കൊണ്ട് നിന്റെ കരത്തിന്റെ അകൃത്യം, ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ കരത്തിൽ പറ്റിയിരിക്കുന്ന പാപത്തിന്റെ അശുദ്ധിയെ നീക്കിക്കളഞ്ഞിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുട്ടുമുടക്കി സ്വർഗത്തിലേക്ക് നിന്റെ കരം ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് നിലവിളിക്കണം, ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് വരുന്നു. ദൈവം നിങ്ങളിൽ ചിലരെ അതിനായി ഒരുക്കിയെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നിനക്കതിന് തയ്യാറാണോ? കർത്താവിന് വേണ്ടി നിൽപ്പാൻ നീ തയ്യാറാണോ? അതോ ലോകത്തിന് വേണ്ടി നിൽക്കാനാണോ നീ തയ്യാറാക്കുന്നത്? പലരും ലോകത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, മതത്തിന് വേണ്ടി, ഇവിടുത്തെ പ്രാബല്യ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന യഹോവയുടെ മുമ്പിൽ നിന്ന ഏലിയാവിനെ പോലെ ദൈവസന്നിധി നിൽക്കുന്ന ചിലരെ ദൈവം അന്വേഷിക്കുന്നത്. പ്രാർത്ഥിക്കാൻ ആള് കുറവാണ്. ഞാൻ പലരെയും പ്രാർത്ഥനയ്ക്ക് വിളിക്കാറുണ്ട്. ഹല്ലേലൂയ, പലരും ഞാൻ ഈ പൊതു പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പം, ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് സ്വഭാവേ. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം അതിന്റെ പോലെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷക്കണക്കിന്, കോടാനുകൂടി ജനങ്ങൾ പാപത്തിന്റെ അതിഥിയിൽ വീണ് രക്ഷപ്പെടുവാൻ കഴിയാതെ തേനിനകത്ത് വീണ തേനീച്ചയെ പോലെ, തേൻ ഉണ്ടാക്കുന്ന തേനീച്ചയാണെങ്കിലും തേനിനകത്ത് ഈച്ച വീണാൽ പിന്നെ ചിറകടിച്ച് പറക്കുവാൻ അത് ഈച്ചയ്ക്ക് കഴിയാതെ ഈച്ച അതിൽ കിടന്നാകുന്ന പോലെ മനുഷ്യൻ പലപ്പോഴും പാപത്തിൽ വീണ് കിടന്ന് അതിൽ നിന്ന് കരകയറുവാൻ കഴിയാതെ പാപത്തിൽ മുങ്ങിത്താഴുന്ന അനുഭവം കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ്, ഈ ദേശത്ത് ഇറങ്ങി പരസ്യമായി പട്ടണത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി, മതങ്ങൾക്ക് വേണ്ടി, പുരോഹിതന്മാർക്ക് വേണ്ടി, സകല ജനത്തിന് വേണ്ടി നീ അയ്യം വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
അതുകൊണ്ടാണ് ഞാൻ ദൈവം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ദൈവം എന്നെ നടത്തുന്നു. പ്രതികൂലങ്ങളുണ്ട്, പ്രിയരേ, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, വിമർശനങ്ങളുണ്ട്. എന്നാലും എന്റെ ദൈവം പറഞ്ഞ് നീ അടങ്ങിയിരിക്കരുത്. അയ്യം വിളിച്ച് പ്രാർത്ഥിക്കണം. ഒരു അന്ത്യകാല ഉണർവ് എന്റെ കർത്താവ് വഹിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഒരു അന്ത്യകാല ഉണർവ് വേണ്ടി ദൈവീ നാളുകളിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന ചിലരിൽ നിന്ന് ദൈവം ഏലിയാവിനെ പോലെ ചിലരെ വേർതിരിപ്പാൻ ആഗ്രഹിക്കുന്നു. അല്ലേരി, ഞാനൊന്ന് വിശ്വാസത്തിന്റെ കണ്ണുകൾ കണ്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അല്ലേരിയ, ഞാൻ പലരെയും വിളിക്കണം, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നു പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ പോകാം. നമുക്കൊരു 1 മണിക്കൂർ പുറത്തു പോയി, പുറത്തേതെങ്കിലും വിശാലമായ സ്ഥലത്ത് ഏകാന്തത കിട്ടുന്നിടത്ത്, ആരും ശല്യം ചെയ്യാത്തിടത്ത് നമുക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. മുഴങ്കാലിമേ നിൽക്കാം. നമ്മുടെ വിശുദ്ധ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. നിങ്ങൾ എന്നോട് കൂടെ വരുന്നു. പലരും എന്നോട് കൂടെ എൻ്റെ പാസ്റ്ററെ ഇന്നെനിക്ക് സമയമില്ല, ഞാൻ വേറൊരു ദിവസം വരാം, ഞാൻ സമയമുള്ളപ്പം പാസ്റ്ററെ വിളിക്കാം. ഹല്ലേലൂയ, ഞാൻ തിരക്കാണ്, ഇന്ന് എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു പോകുന്നവരെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഹല്ലേലൂയ. എന്നാൽ സഹോദര, ഞാനും സഹോദരന്റെ കൂടെ വരാം. കരയുന്ന, കണ്ണീരൊഴുക്കുന്ന, കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, ഭാരമിക രോഗത്തിലൂടെ കടന്നു പോകുന്ന, പീഡയിലൂടെ കടന്നു പോകുന്ന ആയിരം കൊണ്ട് അവരോടൊപ്പം അവർക്ക് വേണ്ടി നിലവിളിക്കാൻ ആരും വരാമെന്ന് പറയാറില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം എനിക്ക് തന്ന ചില നിയോഗങ്ങളാണ് എൻ്റെ പ്രാർത്ഥനയിൽ. കാരണം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാനൊരു മതത്തിന്റെ പ്രാർത്ഥന ചെയ്യാറില്ല. ഒരു മതത്തിന്റെ പ്രാർത്ഥനയോ ഒരു മതത്തിന്റെ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് ഒരു മതത്തെ ആക്ഷേപിച്ചുകൊണ്ടൊന്നും പ്രാർത്ഥിക്കാറില്ല. ഓരോ മതക്കാരും അവരവരുടെ വിശ്വാസത്തെ, അവരവരുടെ ദൈവങ്ങളെ അവർ സേവിക്കുന്നുണ്ട്, അത് അവർ ചെയ്തോട്ടെ. പക്ഷെ നമ്മൾ പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ ആരെ ആക്ഷേപിക്കേണ്ട. പൊതുജനത്തിന് വേണ്ടി, പൊതുസമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അവരെന്ത് ചെയ്യണം, അവരെന്ത് പ്രവർത്തിക്കണം, അവരെവിടെ വന്നതൊക്കെ ദൈവം തീരുമാനിക്കുന്നത്. നമ്മളല്ലതും തീരുമാനിക്കുന്നത്. കഷ്ടം സഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വഴിയെ പോകുമ്പോൾ, റോഡെ സഞ്ചരിക്കുമ്പോൾ, ആമീൻ, തമിഴ്നാട്ടുകാരായിരിക്കുന്ന ആമിയുടെ ആക്രി വെറുക്കുന്നവർ കൂടി എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ആമീൻ, അയ്യോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറയാമെന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ടും പരസ്യമായിട്ട് പ്രാർത്ഥിക്കും. ലജ്ജയൊന്നുമില്ലെന്നേ. പ്രാർത്ഥിക്കുന്നതിനകത്ത് എനിക്ക് ലജ്ജയൊന്നുമില്ല, നാണക്കേടൊന്നുമില്ല. എൻ്റെ കർത്താവ് ഭൂമിയിലായിരുന്ന 3.5 വർഷം ഹല്ലേലൂയ പകൽ മുഴുവൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് രാത്രി അവൻ മലമേൽ പോയി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ നിർജ്ജന സ്ഥലത്ത് പോയി എന്ന് യേശു പ്രാർത്ഥിക്കുമായിരുന്നു. ആമീൻ. നമുക്ക് മുമ്പേ കടന്നുപോയി അപ്പോസ്തലന്മാരുടെ ജീവിതം പ്രാർത്ഥനയായിരുന്നു. ആദിമ സമയം ശക്തമായി പ്രാർത്ഥന പറയപ്പെട്ടിരുന്നു. നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാർ അനവധി ആളുകൾ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചവരാണ്. അതുകൊണ്ട് ഞാനും ദൈവസനിൽ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെയും ദൈവമക്കളെ എനിക്ക് ഇഷ്ടമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന പ്രസംഗമാക്കരുത്, പ്രാർത്ഥനയായിട്ട് തന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇവിടെ ഏലിയാവ് എന്ത് ചെയ്യുന്നു? അനുദിനം ദൈവസനിൽ രാവിലെ എഴുന്നേറ്റ് മുട്ടമേ നിൽക്കുമായിരുന്നു. കർത്താവേ, ഞാൻ ഇതെന്ത് ചെയ്യണം, ഞാൻ ഇന്നെന്ത് പറയണം, ഞാൻ ഇന്നെന്ത് പ്രവർത്തിക്കണം, ഞാൻ ഇതേത് വഴിയെ പോകണം, ആരുടെ അരിക്കലാണ് ഞാൻ ചെല്ലേണ്ടത്, ആരോടാണ് ഇന്ന് പകൽ ഞാൻ പ്രവചിക്കേണ്ടതെന്ന് ഏലിയാവ് ചോദിച്ചു. മുട്ടമേൽ നിന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ യഹോവയായ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഇന്ന് രാവിലെ ചെല്ലണം. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് പറയണം, ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ. ആഹാബ് രാജാവിനോട് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവം യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഓർത്തു നോക്കി, ഏലിയാവ് പ്രാർത്ഥിച്ച് വലിയ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വലിയ കൃപകൾ ഏറ്റെടുക്കാൻ, കൃപാവരങ്ങൾക്ക് വേണ്ടി വലിയ അഭിഷേകത്തിനുവേണ്ടി ഏലിയാവ് പ്രാർത്ഥിക്കുക. അപ്പം ദൈവ പ്രാർത്ഥന കേട്ടിട്ട് ഏലിയാവിനെ ശുശ്രൂഷ ഏൽപ്പിക്കുക. നീ ആദ്യം ചെന്നിട്ട് ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ പറയണം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇയാളുടെ മഞ്ഞും മഴയും ചെയ്യില്ലെന്ന്. ആരുടെ നാമത്തിൽ? എന്റെ നാമത്തിൽ പറയണം. ഓർത്തു നോക്കി, നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തതിന്? ഇന്നത്തെ കാലത്താണെങ്കിൽ ഇന്ന് ഞാൻ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഒരു തിരക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ് ഇന്നത്തെ ആൾക്കാരാണ് തിരക്ക് പറഞ്ഞു, എന്റെ കർത്താവേ, നാളെയായിട്ടും മറ്റൊരു കേസ് ചെയ്യാം, ഇന്നെനിക്ക് ഒരുപാട് ബിസിയുണ്ട്, മക്കൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ബന്ധുവീട്ടിലേക്കൊന്ന് പോകണം, മോളെ കാണാൻ പിള്ളേർ വരും, അല്ലെങ്കിൽ മോളെ സ്കൂളിൽ കൊണ്ടാക്കണം, പഠിപ്പിക്കണം, എനിക്കിന്ന് ജോലി വിട്ട് പോരാൻ പറ്റില്ല, കടയിൽ തിരക്കാം എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഏലിയാവ് ഇതൊന്നും പറഞ്ഞില്ല സഹോദരാവേ. ഏലിയാവ് ദൈവ വാക്ക് കേട്ടനുസരിച്ചു.
ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ, ഈ ശുശ്രൂഷയിൽ നിനക്ക് പങ്കാളിയായി മാറണമെങ്കിൽ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവി, ഏലിയാവിനെ പോലെ സമർപ്പണത്തിലേക്ക്, പ്രാർത്ഥനയ്ക്ക് മടങ്ങി വാ. നീ അങ്ങനെ വന്നാൽ നിന്റെ സ്ഥിതിഗതികളെ എല്ലാം ദൈവം മാറ്റും. നിന്റെ ജീവിതത്തിൽ നീ നേരിടുന്ന വെല്ലുവിളികൾ മാറ്റിത്തരാൻ ദൈവശക്തനാണ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ വചനം കേൾക്കുന്ന നീ എത്രയോ പ്രതിസന്ധികളെ നേരിടുന്നവളാണ്. ജീവിതത്തിൽ നിനക്കൊന്ന് സന്തോഷിപ്പാൻ കഴിയാവുന്ന ഹൃദയത്തിനകം മുഴുവൻ ദുഃഖങ്ങൾ തളം കെട്ടി നിൽക്കുന്ന എത്രയോ പേര് ഈ വചനം കേൾക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒന്ന് ഉയരുവാൻ കഴിയാതെ, വളർച്ച ആഗ്രഹിച്ചിട്ടും വളരുവാൻ കഴിയാതെ, ജീവിതം ചെറുപ്പത്തിൽ തന്നെ ചെടി മുരടിച്ചു പോകുന്നത് പോലെ മുരടിക്ക് പിടിച്ച് എത്രയോ കുടുംബങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കണമെങ്കിലും നിങ്ങൾ എൻ്റെ അരികിലേക്ക് വന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരു മടിയുമില്ല. ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ പൈസയും കൊടുക്കണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ആദരങ്ങളിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം തന്നു കഴിയുമ്പോൾ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊന്നും വരും വിഷയങ്ങളെല്ലാം ദൈവം തരും. ചില ചോദിക്കും, പാസ്റ്റർ എന്താ പ്രാർത്ഥിക്കാൻ എന്താ വിഷയമെന്ന്? ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാൻ വിഷയം എന്താണെന്ന് ചോദിക്കേണ്ട കാര്യം. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവം പ്രാർത്ഥനയെ നിറച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പണത്തോടെ നിൽക്കുമ്പോൾ അത് നമ്മുടെ നാവിൽ നിന്ന്, അതരങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾ പുറത്തേക്ക് വരും. അത് ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, കോടാനുകോടി ജനങ്ങൾക്ക്, രാജ്യങ്ങൾക്ക്, രാഷ്ട്രങ്ങൾക്ക് വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു പുരോഹിതനോട് പറഞ്ഞ്, ഒരു സമുദായത്തിന്റെ പുരോഹിതന് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ കുറച്ചു നാളായി ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ അരികിൽ അടുക്കാൻ പറ്റത്തില്ലെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, എന്തിനാ? എനിക്ക് ഏത് സമയം സംസാരിക്കാൻ, എന്ത് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം പറയുന്നതല്ലേ. അപ്പൊ ഞാൻ സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരം തുടങ്ങി. അദ്ദേഹത്തിന്റെ വിശ്വാസം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിശ്വാസം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിശ്വാസം പറഞ്ഞ് വർദ്ധിപ്പിച്ച് ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞിട്ട് അവസാനം ഞാൻ എൻ്റെ വിശ്വാസം പറഞ്ഞു. എൻ്റെ വിശ്വാസം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ശരിയാണോ? ഞാൻ പറഞ്ഞു, ശരിയാണ്. എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായിരുന്നു. ഒരു ചില്ലുകുപ്പി ഉടയുന്നത് പോലെ ഉടഞ്ഞു പോയ എന്റെ ജീവിതത്തെ വീണ്ടും ഒന്ന് വാർത്തെടുത്തത്, ഉടഞ്ഞുപോയ ചില്ലുകുപ്പിയെ വീണ്ടും ഉരുക്കി വാർത്തെടുത്ത് പുതിയ കുപ്പിയാക്കി എടുക്കുന്നത് പോലെ, ചില്ലുകുപ്പി ഉടയുന്നത് പോലെ ഉടഞ്ഞുപോയ എന്റെ ജീവിതത്തെ പുതുക്കി പണത് വാർത്തെടുത്തത് എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. സ്തോത്രം. പാഴായി പോയതായിരുന്നു കുശവന്റെ കയ്യിലെ ഈ പാത്രം, മൺപാത്രം പാഴായി പോയ പാത്രമായിരുന്നു. ഹല്ലേലൂയ. അത് മെനഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് മെനഞ്ഞുകൊണ്ടിരുന്നത് പാഴായിപ്പോയി. കുശവനത് തനിക്ക് ബോധിച്ചതുപോലെ വേറൊരു പാത്രമാക്കി മാറ്റിയതുപോലെ എന്റെ ജീവിതം തകർന്നതായിരുന്നു സഹോദര. എന്നെ ദൈവം പണിതെടുത്തതാ. നിങ്ങളെ എങ്ങനെ പണിയുന്നവരെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കൂടെ കണ്ണുനീരൊക്കെ ഒഴുകുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരുപാട് ചില പുരോഹിതന്മാരുമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥനയില്ല. ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് അവർ കാണുന്നതും കേൾക്കുന്നതും, പിന്നെ ചിലരൊക്കെ എന്നോട് പ്രാർത്ഥിക്കാൻ പറയും. ഹല്ലേലൂയ. എനിക്കത് സന്തോഷം. ഞാൻ അവരെ ഒന്നും കുറയ്ക്കാൻ പോകത്തില്ല, അവരെ ഒന്നും കുറച്ച് കാണാനൊന്നും. കാരണം ഞാൻ പലരോടും പറയാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പലരും എന്നെ വിളിക്കുന്നവർ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെന്തിനാണ് ലജ്ജിക്കുന്നത്? നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. പൗലോസ് വരെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൽപ്പിച്ചാൽ ആ കൽപ്പിച്ചതിനെ നമ്മൾ ചെയ്യാൻ തയ്യാറാകും. ദൈവം നമ്മളൊരു കാര്യം കൽപ്പിച്ചാൽ, ദൈവം നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകും. ഏലിയാവേ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യത്തിനകത്ത് നീ ആളുകളുടെ വ്യത്യാസമില്ലാതെ നീ ചെയ്യുവാൻ തയ്യാറായി. അങ്ങനെ ഏലിയാവ് ചെയ്തപ്പോൾ ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു മടിയും കൂടാതെ പ്രവചിച്ച് ഏലിയാവിനെ ദൈവം പിന്നത്തേതിൽ അഗ്നിയുടെ ശുശ്രൂഷകനാക്കി മാറ്റി. ഹല്ലേലൂയ. ഡിഎൽ മൂടി എന്ന് പറയുന്ന ഭക്തൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്ന വാഞ്ചിയോടെ പല മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് താൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നത്.
ഇയൽമുടിയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തെ ദിവസവും അദ്ദേഹം ഒരു പ്രസംഗത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് നല്ല മണിക്കൂറുകൾ ദൈവത്തിന് മുഴങ്ങാനും മടക്കി തന്റെ കരങ്ങളെ വിശുദ്ധ സ്വർഗത്തിലേക്ക്, വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവോട് പറയും, കർത്താവേ, ഞാൻ ഇന്ന് പ്രസംഗിച്ച ശേഷം എന്റെ പ്രസംഗത്തിലൂടെ അനേകരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടവരുടെ അവർക്ക് പാപബോധം കൊടുത്ത് അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തവർ മറഞ്ഞു കിടക്കുന്ന രഹസ്യമായ പാപങ്ങളെ, പരസ്യമായ പാപങ്ങളെ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ, സ്വമേധ പാപങ്ങളെ അവർക്ക് വെളിപ്പെടുത്തി എന്റെ പ്രസംഗത്തിന്റെ സമയങ്ങളിൽ അവരുടെ പാപബോധം വന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകി അനുദപിച്ച് പശ്ചാത്തപത്തോടെ എന്റെ പ്രസംഗത്തിന് മുമ്പാകെ അവർ മുട്ടുമടക്കുന്നവരായി തീർണമെന്ന് DL മൂടി അടക്കമുള്ള ഭക്തന്മാർ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഏരിയ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രസംഗിക്കാനൊക്കെ ഒരുങ്ങുമ്പോൾ നമുക്ക് നല്ല ഒരുക്കം വേണം. ചിലരൊക്കെ ലൈവായി ഇപ്പോഴും, അല്ലേരിയ എപ്പോഴും ലൈവാ, അവർക്ക് ഒരുക്കമൊന്നുമില്ല. ചിലർക്ക് പറയുന്നത് 6 മാസം റണ്ണിങ്, 6 മാസം റണ്ണിങ്, ഒരിക്കൽ സ്ഥലം 6 മാസം റണ്ണിങ് ആണ്. ഒരാൾ 6 മാസം റണ്ണിങ് പാസ്, 6 മാസം തന്നെ വിശ്രമം മഴക്കാലത്തെ. അതെ, 6 മാസം റണ്ണിങ്. അപ്പം നിനക്ക് പ്രാർത്ഥിക്കാൻ എപ്പോഴാണ് സമയം? ഉപവസിക്കാൻ എപ്പോഴാണ് സമയം? ദൈവവചനം ധ്യാനിക്കാൻ എപ്പോഴാണ് സമയം? അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്ര, അടുത്ത മീറ്റിംഗ് അടുത്ത സ്ഥലത്തേക്ക്, അങ്ങനെയല്ല. നമുക്ക് പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കുവാനും നമ്മളെ ഒന്ന് സമർപ്പിക്കുവാനും ദൈവമായിട്ട് സംസാരിക്കുവാനൊക്കെ ചില മണിക്കൂറുകൾ മാറ്റിവെക്കണം. എൻ്റെ ഏരിയ അങ്ങനെയായിരുന്നു DL മൂടിയെ പോലെയുള്ളവർ ഒക്കെ. അങ്ങനെ DL മൂടിയൊക്കെ ശക്തമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ചതിന് മറുപടിയായിട്ട് ദൈവം തന്റെ കുറവുകളെ മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തു. എൻ്റെ ഏരിയ DL മൂടി പ്രാർത്ഥിച്ചപ്പോഴേ മറ്റുള്ളവരുടെ വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. അപ്പം ഈ DL മൂടിയെ പ്രാർത്ഥന ദൈവം DL മൂടിയുടെ കുറവുകളെയൊക്കെ വെളിപ്പെടുത്തി പരിശോധിച്ച് അവനെ ശുദ്ധീകരിച്ചെടുത്ത് ശരിയായ നിലയിൽ പ്രസംഗിക്കുവാൻ പഠിപ്പിച്ചു. നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് നോക്കും. ദൈവം നമ്മളിലേക്ക് നോക്കിയിട്ട് നമ്മുടെ കുറവുകളെയൊക്കെ ദൈവം പരിശോധിച്ച് കണ്ടിട്ട് നമ്മുടെ ഉള്ളിലെ കുറവുകളെ, കീടങ്ങളെ മുഴുവൻ ദൈവം നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ആന്തർഭാഗത്ത് നിറച്ച്, ദൂതുകൾ കൊണ്ട് നിറച്ച്, കൃപകൾ കൊണ്ട്, അഭിഷേകം കൊണ്ട് നിറച്ച്, അതിനകത്ത് രോഗശാന്തി, ഭൂതശാന്തി, വീരപ്രവർത്തി, പരിപാലനം ചെയ്യാനുള്ള സഹായം ചെയ്യാനുള്ള വരം, ഇങ്ങനെയൊക്കെ നിറച്ച് ദൈവം നിന്നെ അപ്പോസ്തലനും പ്രവാചകനുമായി നിറച്ചിട്ട് കർത്താവ് പറയും, നീ പോകാം, ഈ ബലത്തോടെ പോകാം. യദയോനോട് പറഞ്ഞ പോലെ അങ്ങനെ ദൈവം നമ്മെ അയക്കുമ്പോൾ നാം കടന്നു ചെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗവേദിയിൽ രോഗികളെ നാം മുമ്പ് കൂട്ടി കണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നൊന്നും കിടത്തണ്ട. ദൈവം അയച്ചതാണെങ്കിൽ അവിടെ ആളുകൾ വന്നോളും. ഇന്നത്തെ പ്രസംഗത്തിനകത്ത്, ഇന്നത്തെ റിസോർട്ടിൽ നേരത്തെ ഇന്നടത്ത് ഇന്ന ആള് പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു. അതിന് നേരത്തെ മുമ്പ് പോയി അവരുടെ മുമ്പ് സൗഖ്യം പ്രാപിച്ചവരെയും അവരെല്ലാം നേരത്തെ പറഞ്ഞ് ചട്ടം കെട്ടി നേരത്തെ തന്നെ കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടിരുത്തും. ആ ചിലരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. ചിലരൊക്കെ പിന്നെ വരുമ്പോൾ തന്നെ വിഷയങ്ങൾ ചോദിച്ച് പഠിച്ചില്ല. അങ്ങനെയല്ല, ഏരിയാവ് അങ്ങനൊന്നും അല്ല. DL മൂടിയൊന്നും അങ്ങനെയല്ല ചെയ്തത്. അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കുറവുകളെ ദൈവം വെളിപ്പെടുത്തിയിട്ട് അവരെ ശുദ്ധീകരിച്ചിട്ട് ദൈവത്തിന്റെ വചനങ്ങളുടെ ഉള്ളിൽ കൊടുത്തു, കൃപകൾ കൊടുത്ത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്, ഞാൻ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി, കുടിലോട്ട് കൊട്ടാരത്തിൽ വരെയുള്ള ജനത്തിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ദൈവം എന്റെ കുറവുകളെ കാണുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ കുറവുകളെ ദൈവത്തിന് അറിയാം, അതെന്നെ കൊണ്ട് ജയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദൈവം എന്റെ കുറവുകളെ കണ്ടിട്ട് എന്നെ അങ്ങ് ശുദ്ധീകരിക്കും. എന്നെ ശുദ്ധീകരിച്ചിട്ട് ദൈവത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ദൈവം എന്നെ പണിതെടുത്തിട്ടാണ് ദൈവത്തിന്റെ വചനവും അഭിഷേകവും പ്രാർത്ഥനയ്ക്ക് എന്റെ ഉള്ളിൽ തന്നിട്ട് അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ അല്ലേലിയ തട്ടാന് നല്ലൊരു ഉരുപ്പിടി കിട്ടുമെന്ന് സദൃശവാക്യ 25:4 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട് കേട്ടോ, അല്ലേരുന്ന് വായിച്ചു നോക്കണം കേട്ടോ, അല്ലേരിയ. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിലെ കീടങ്ങളൊക്കെ ഒന്ന് നീക്കിക്കളയുവാൻ തീയിൽ കൂടി വെള്ളി ശോധന ചെയ്യുന്ന പോലെ, പൊന്നി ശോധന ചെയ്യുന്ന പോലെ നമ്മെ തീയിൽ കൂടി എന്നപോലെ കടത്തിവിട്ട് നമ്മെ പ്രാർത്ഥന ഒരുക്കും. അതുകൊണ്ടാണ് DL മൂടിയൊക്കെ മണിക്കൂറുകൾ മുട്ടിമേന്ന് പ്രാർത്ഥിച്ചത്. അല്ലേരിയ. അപ്പൊ ഏലിയാവ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിന്നു. ഏലിയാവ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിന്നു. അല്ലേരിയ.
ലോക രാജാവായ ആഹാബിനെ അവൻ ഭയപ്പെട്ടില്ല. ലോക രാജാവായ ആഹാബിനെ ഭയപ്പെട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ലോക രാജാക്കന്മാർ അനവധി ആളുകൾ കേളും. അലിയ ഏകാധിപതികൾ ഒരുപാടുണ്ട്. ക്രൂരന്മാരും നീചന്മാരും രക്തതാഹികളും രക്തം ചൊരിക്കുവാൻ ആഹ്വാനം കൊടുക്കുന്നവരും രക്തം കുടിക്കുന്നവരും രക്തത്തിന്റെ അലരിയ വിലയായ രക്തം ചിന്തിച്ച് കസേരയിൽ പറ്റിക്കൂടി ഇരിക്കുന്ന അനവധി ലോക രാജ്യ രാഷ്ട്ര തലവ നേതാക്കന്മാർ ആഹാബിനെ പോലെ കാണും. അങ്ങനെയുള്ള ആഹാബ് രാജാവിന് മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറാകാൻ, തല കുമ്പിട്ട് നിൽക്കാൻ ഭയപ്പെട്ട് നിൽക്കാൻ തയ്യാറാകാതെ ചങ്കൂറ്റത്തോടെ തല ഉയർത്തി നിന്ന് പ്രവചിച്ച ഏലിയാവിനെ പോലെ ദൈവം നിന്നെ എടുക്കാൻ ആഗ്രഹിക്കുക. നിനക്ക് തയ്യാറാണോ? നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അങ്ങനെ ചെല്ലു വിടുക്കുന്നത് എന്റെ പ്രാർത്ഥനയെ ദൈവം പറയാറുണ്ട്. എന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നത്, എനിക്ക് ചിലരെ ലോകത്തിന് ആവശ്യമുണ്ട്. എന്റെ അഭിഷേകം പകരുവാൻ, എന്റെ ആത്മാവിനെ പകരുവാൻ, എന്റെ വചനം പകരുവാൻ, എന്റെ കൃപ പകരുവാൻ, ഒരു അന്ത്യകാല അഭിഷേകം, ഒരു വലിയ ആത്മ പകർച്ചയ്ക്ക് വേണ്ടി ഒരു വലിയ സമൂഹത്തെ ഒരുക്കിയെടുക്കുവാൻ നീ എനിക്ക് വേണ്ടി മുട്ടിമിൽ നിന്ന് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോട് കർത്താവ് സംസാരിക്കാറുണ്ട്. ഞാനത് കേൾക്കുമ്പോൾ എന്റെ ദൈവത്തിന് മുമ്പാകെ നിന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവ് ആവശ്യമാണ്. അനേകരെ അവിടെ നിന്ന് ഒരുക്കിയെടുക്കണമേ. ഞാൻ ഈ ജനത്തിന് വേണ്ടി മുട്ടിപ്പോവാൻ നിൽപ്പാൻ തയ്യാറാ. അവർക്ക് വേണ്ടി മുഴങ്കാലം എടുക്കാൻ തയ്യാറാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാ. അവരാരുമാകട്ടെ, ആഹാബ് രാജാവിനെ പോലെ അനേകം പ്രമാണികളുടെ മുമ്പിൽ ശക്തമായി നിന്ന് പ്രവചിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിലൊരാൾ നിങ്ങളാ കേട്ടോ. അതിലൊരാൾ നിങ്ങളാ. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ ശുശ്രൂഷയ്ക്കകത്തുകൂടി നീ മാറ്റം തരാൻ ആഗ്രഹിക്കുക. നിന്റെ വാക്കുകളിൽ, നിന്റെ പ്രവൃത്തിയില് നീ മാറ്റം തരാൻ പോവുക. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അധികാരം കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഇവിടെ ആ ഏലിയാവിനെ ശക്തമായി ഉപയോഗിച്ച ദൈവം അല്ലേലിയ. അപ്പൊ ഏലിയാവിനെ അനുഗമിച്ച് എലീശയും കർത്താവിന്റെ മുമ്പാകെ നിൽക്കുവാൻ പഠിച്ചു. ഏലിയാവിൽ നിന്ന് പഠിച്ചു എലീശ ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ. എലീശ ഒരിക്കൽ പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങൾ യഹോവയാണ് എന്ന് പറഞ്ഞ് എലീശ പ്രാർത്ഥിച്ചതായിട്ട് ഹല്ലേലൂയ നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നു, എലീശ പറയുകയാണ്, അതിന് എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങൾ യഹോവയാണ്. ഏലിയാവിൽ നിന്ന് പഠിച്ചതാണ്. കണ്ടോ, ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഏലിയാവിന്റെ കൂടെ നടന്ന എലീശ കേട്ടുപഠിച്ച് ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ഏലിയാവിന്റെ മേൽ വീണ പുതപ്പ് എലീശയുടെ മേൽ എലീശ കൊണ്ട് അഭിഷേകത്വം അറിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എലീശ പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. പ്രൈസ്. നമുക്ക് ആ അഭിഷേകമാണ് ആവശ്യം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പണമല്ല ആവശ്യം, പണം ദൈവം തരും. ഹല്ലേലൂയ. നമുക്ക് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിൽക്കാൻ അഭിഷേകമാണ് ആവശ്യം. അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ആവശ്യം. ഹല്ലേലൂയ. അഭിഷേകം ഉള്ളവന് മാത്രമേ പ്രാർത്ഥിക്കുവാനുള്ള കൃപ യഥാർത്ഥത്തിൽ ലഭ്യമാകത്തുള്ളൂ. എന്നാൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അഭിഷേകം ആവശ്യമാണ്. അപ്പൊ ഈ പ്രധാന ദൂതനായിരിക്കുന്ന ഗബ്രിയേലിന്റെ ശ്രേഷ്ഠതയും അത് തന്നെയാണ്. ഞാൻ ദൈവസനിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നുവെന്ന് പരിചയപ്പെടുത്തി ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ ഹല്ലേലൂയ 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്ന സക്രിയാവിനോട് പറയുന്ന ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. സക്രിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോതിനാൽ അറിയും, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സു ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞ് ദൂതൻ അവനോട്, ഞാൻ ദൈവസനിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഹല്ലേലൂയ. നിന്നോട് സംസാരിപ്പാനും ഈ സ്വതർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പം ഇവിടെ സക്രിയാവിനോട് സംസാരിക്കാൻ വന്ന ദൂതൻ, ഗബ്രിയേൽ ദൂതൻ ഏലിയാവിനെ പോലെ തന്നെ ശക്തമായി സൂക്ഷിക്കുക. വീണ്ടും അല്ലെങ്കിൽ അതിന്റെ താഴോട്ട് വന്ന് വായിക്കുമ്പോൾ അതിന്റെ 19-ാമത്തെ വാക്യം തൊട്ട് വീണ്ടും 19 വെച്ച് വായിച്ചു വരുമ്പോൾ 26-ാം വാക്യത്തിൽ അല്ലെങ്കിൽ ലൂക്കോസ് സുവിശേഷം 1:26 വായിക്കുമ്പോൾ
യേശുവിന്റെ ജനനത്തെ കുറിച്ച് മറിയോട് ഈ ഗബ്രിയേൽ സംസാരിക്കുന്ന കാണാൻ കഴിയും. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ. അപ്പൊ അധികാരമാണ്. ഇപ്പൊ ഇവിടെ ഏലിയാവിന് ഏലിശേ സക്രിയാവിന്റെ അരികിലേക്കും യേശുവിന്റെ അമ്മയായ മറിയുടെ അരികിലേക്കും ഗബ്രിയേൽ ദൂതനെയൊക്കെ അയച്ചപ്പോൾ ശക്തമായ അഭിഷേകത്തോടും നിയോഗത്തോടും കൂടെ ശക്തമായ ദൂതുകൾ കൊടുത്ത് അയച്ചത്. അപ്പൊ ദൈവം നിന്നെ ആ ഒരു അനുഭവത്തിലൂടെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ നിങ്ങൾ നിസ്സാരന്മാരാണ്, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എനിക്കിത് കഴിയുമോ, ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നൊക്കെ അവിശ്വാസം പറയാതെ നിങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കി വിശുദ്ധാന്തർ മന്ദിരത്തേക്ക് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി അങ്ങ് പ്രാർത്ഥിക്കണം. ഏലിയാവിനെ പോലെ പലരും പ്രാർത്ഥിക്കാൻ വന്ന കൈയും കെട്ടി അങ്ങ് ഇരിക്കും. കയ്യും കെട്ടി ഒരു നിപ്പ് നിന്ന കൈയും കെട്ടി ഇരിപ്പിരുന്നാൽ അങ്ങ് ഉറങ്ങാൻ തുടങ്ങിയ സഭയ്ക്കകത്ത് എന്തെല്ലാം നടന്നാലും അവർക്കൊന്നുമില്ല, അവരങ്ങ് ഉറങ്ങാൻ തുടങ്ങും. അങ്ങനെയല്ല, നീ കയ്യും കെട്ടിയിരുന്ന് ഉറങ്ങാനല്ല നീ സഭയിൽ വരേണ്ടത്, ശക്തമായി ദൂതേറ്റെടുക്കാനാണ്. ദൂതേറ്റെടുത്ത് കൃപ ഏറ്റെടുത്ത് അഭിഷേകം ഏറ്റെടുത്ത് നിന്നെ ദൈവം ഉപയോഗിക്കുക. ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കുവാൻ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഈ അഭിഷേകം ഒന്നുകൂടെ ജ്വലിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക. നിനക്ക് ആഗ്രഹമുണ്ടോ? അതുകൊണ്ട് നീ ദൈവസന്നിധിയിൽ വളരെ ജാഗ്രതയോടെ നിന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ, കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ, അധികാരികൾ ഇരിക്കെ ചെന്നാൽ നിങ്ങൾ 2 കൈയും കെട്ടി മൗനമായിട്ട് പാവ കളിച്ച് നിൽക്കത്തില്ല. ഇങ്ങനെ നിൽക്കത്തില്ലേ? ചിലർക്ക് ഇങ്ങനെ കൈ കെട്ടി നിൽക്കും, ചിലർക്ക് ഇങ്ങനെ കൈയും പൊക്കി നിൽക്കും. അങ്ങനല്ലേ? ഞാൻ ഈ കോടതിയിലൊക്കെ പോയിട്ട് ഞാൻ ഈ മജിസ്ട്രേറ്റിനൊക്കെ ഇരിക്കും. ഒന്നാമതിന്റെ കൈയൊക്കെ കാലം വിറങ്ങി, ഇപ്പോഴും വിറങ്ങി കേട്ടോ. ഞാൻ ഈ മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ ഇങ്ങനെ എന്റെ കൈയൊക്കെ വിറക്കും. പോലീസ് സ്റ്റേഷനൊക്കെ ഇങ്ങനെ കൈ കെട്ടി കൈ എഴുതിക്കും. ഞാൻ അവിടെ ഒരുപാട് ബഹുമാനത്തോടെ താഴ്ചയോടെ ഒരുപാട് വിധേയപ്പെട്ട് ഞാൻ അവിടെ മുമ്പിൽ നിൽക്കണം. അവരുടെ അധികാരികളാണ്, അവർക്ക് അധികാരമുണ്ട്. അതിനെ നമ്മൾ ബഹുമാനിക്കണം, അതിനെ നമ്മൾ ആദരിക്കണം. നമ്മൾ ക്രിമിനലാണ്, കുറ്റവാളിയാ, ശരിയാ, അവർക്കും അറിയാം എനിക്കും അറിയാം. പക്ഷെ നമ്മളൊരു അധികാരിയുടെ മുമ്പിൽ ചെയ്യുമ്പോൾ കൈയും കെട്ടി തല താഴ്ത്തി കുമ്പിട്ട് കയ്യും കൂപ്പിയൊക്കെ നിൽക്കുന്നുവെങ്കിൽ എന്നെ വിളിച്ച് വേർതിരിച്ച് എന്റെ ദൈവത്തിന് മുമ്പാകെ ഞാൻ എത്രമാത്രം താഴ്ന്നു കൊടുക്കണം. ഏലിയാവ് എത്രമാത്രം താഴ്ന്നു കൊടുത്തു, ഏലിശ എത്രമാത്രം താഴ്ന്നു കൊടുത്തു. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സൗരി, അങ്ങനെയാണെങ്കിൽ നിന്നെ വിളിച്ച, നിന്നെ സൃഷ്ടിച്ച, നിന്നെ ഉണ്ടാക്കിയ ദൈവത്തിന് മുമ്പാകെ നീ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ ദൈവത്തിനെ ആത്മാവിൽ നിറയ്ക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ലോകപ്രകാരം എല്ലാവരും താഴെ നമുക്കറിയാം, പക്ഷെ ദൈവം മുമ്പാകുന്ന കൈകൂപ്പാൻ പോലും തയ്യാറല്ല. പലരും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്മയോടെ നിൽക്കാൻ പോലും തയ്യാറല്ല. ഓർത്തു വയ്ക്കുക നമ്മുടെ അവസ്ഥ എത്രയാണ്. പക്ഷെ ഏലിയാവിനെ ഉപയോഗിച്ച ദൈവം നിങ്ങളിൽ ചിലരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിരാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തയ്യാറാകണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവനായിരിക്കാം, വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരിക്കാം, അറിവുള്ളവനോ അറിവില്ലാത്തവനോ ഒക്കെ ആയിരിക്കാം, നിങ്ങൾക്ക് ഒരു കഴിവും കാണത്തില്ല. എന്നാൽ നീ ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ കഴിവുള്ളവനായി പ്രാപ്തിയുള്ളവനാക്കി മാറ്റിയെടുക്കും. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. നിന്റെ കണ്ണുനീര്, വേദന, ദുഃഖ, സങ്കടം, ജീവിതത്തിന്റെ ഭാരങ്ങൾ, നീ അനുഭവിക്കുന്ന ആ മാരകമായ പ്രതിസന്ധികൾ, നിലനിൽക്കുവാൻ കഴിയാതെ, മുമ്പോട്ട് പോകാൻ കഴിയാതെ, എങ്ങനെ പോകുന്നോർത്ത് ഭാരപ്പെട്ട് കണ്ണുനീരോടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും. ഏലിയാവിനെ പോലെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധി മുഴങ്കാലും മടക്കി കരങ്ങൾ ഉയർത്തി ദൈവസന്നിധി വിധേയപ്പെട്ടുന്ന ഏലിയാവിനെ പോലെ നിന്നെയും നിന്റെ കുടുംബത്തെ, എന്നെ കേൾക്കുന്ന സഹോദരി, യൗവനക്കാരിയോട് പറയട്ടെ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാം, നീ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, പ്രാർത്ഥിക്കാം. വല്ലാത്തൊരു അനുഭവ രോഗം കടന്നു പോവുകയാണ്. ഇന്ന് നാം കാണുന്ന സ്ഥിതി എന്നെ ഇനി ഈ കേരളം അനുഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തമാണ്. കേരളം വലിയ ദുരന്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. വലിയ ദുരന്തം ഈ ചില നാളുകൾക്കും കഴിയുമ്പോൾ കേരളത്തിൽ സംഭവിക്കും. അല്ലെങ്കിൽ കാലം അത് തെളിയിച്ച് തന്നുകൊണ്ടിരിക്കുക, കാലം അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. രാജ്യത്തിന്മേൽ വലിയ ദുരന്തങ്ങൾ, രാഷ്ട്രങ്ങളിന്മേൽ വലിയ ദുരന്തങ്ങൾ, നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത നിലയിലൂടെ ചില ദുരന്തങ്ങൾ വരാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, കേരളത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. ഞാൻ ദൈവത്തിനെ പ്രാർത്ഥി കർത്താവേ അങ്ങനെയൊന്നും പറയരുതേ എന്നാ. ഹല്ലേലൂയ. ഒരു കൊറോണ പോലൊരു കാലഘട്ടം വന്നാൽ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഒരു വിടുതൽ നടക്കട്ടെ. ഈ ഒരു പ്രാർത്ഥന വിഷയം മാറട്ടെ. നീ ഒരു പ്രാർത്ഥിക്കുന്നതായി നീ നിന്റെ കുടുംബന്റെ മക്കളുമായി മാറട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഏലിയാവിനെ പോലെ ഏത് രാജാവിന്റെ മുമ്പിലും ഭയം കൂടാതെ ആമേൻ ദൈവം അരുളി ചെയ്യുന്ന പ്രവചന ദൂതുകൾ ശക്തമായിട്ട് വിളിച്ചു പറയുന്ന ശക്തന്മാരായിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവദാസിദാസന്മാരുടെ തലമുറകളെ ഈ നാടുകളിലേക്ക് ഒരുക്കിയെടുക്കണം. കഷ്ടതയും പ്രയാസവും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. അതിന്റെ നടുവിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ശക്തരായിരിക്കും ചിലരെ ദിവസം എഴുന്നേൽപ്പിക്കുക. ചില കുടുംബങ്ങളെ ഇതിനുവേണ്ടി ഒരുക്കുവാൻ സഹോദരന്മാരെ സൗകര്യമാരെ ഞങ്ങളുടെ തലമുറയെ ഒരുക്കിയെടുക്കണമെന്നായി പ്രാർത്ഥിക്കും. മദ്യവും മയക്കുമരുന്നും പാർശ്വലേഖനിക്കും അടിമപ്പെട്ട് കിടക്കുന്ന അനവധി ആളുകളെ ദൈവമേ എവിടുന്ന് വിളിച്ച് വേർതിരിച്ച് ശരിയാവിനെ പോലെ എരിശയെ പോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് യോഗ്യരായി ഒരു വലിയ കൂട്ടം ജനത്തെ ഒരുക്കണമേ. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരനും യൗവനത്തിനും വാർത്തയും ധ്യാനും വൃത്തരും അശനും യാച്ച റോഷനും ചോട്ടനും താടവറയിലായിരിക്കുന്ന സകല രാജ്യരാഷ്ട്ര തലമുറ ജാതി മത വർഗ വ്യത്യാസമില്ല കുടിലിട്ട് കോട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ഭരണ സംവിധാനങ്ങളിലും ഇരിക്കുന്നവരെ എല്ലാ മതങ്ങളെയും മത നേതാക്കന്മാരെയും കഷ്ടസഹിക്കുന്ന സകല ജനത്തെയും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ. ആഹാബ് രാജാവിനെ പോലെ ആക്രോശത്തോടു കൂടി നിൽക്കുന്ന രാജ്യരാഷ്ട്ര തലമുറ ആക്രോശത്തോടു കൂടി നിൽക്കുമ്പോൾ ഏകാധിപതികളായി വാഴുമ്പോൾ അതിന്റെ നടുവിൽ ഏലിയാവിനെ പോലെ ശബ്ദം ഉയർത്തുന്ന ചില ദൈവത്തിന്റെ ദാസിദാസന്മാരെ, ചില സഹോദരന്മാരെ സൗകര്യമാരെ യുവാക്കന്മാരെ ഈ തലമുറയെ വേദനിപ്പിക്കണമേ. രാത്രികന്മാർ ഉടൻവനായി കർത്താവിലേക്ക് ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.